നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമഹ മിൻ അഅമാലിഹി സ്വലാത്തു. ഖിയാമത്ത് നാളിൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതിൽ ഏറ്റവും ആദ്യത്തെ ചോദ്യം അത് നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. വഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ് വഇൻ ഫസദത് ഫഖദ് ഖാബ വ ഖസിർ. നമസ്കാരത്തിന്റെ കാര്യം ശരിയായാൽ നിശ്ചയമായും അവർ വിജയിച്ചു. എന്നാൽ നമസ്കാരത്തിന്റെ കാര്യം ഫസാദായാൽ അവർ പരാജയപ്പെടുകയും നഷ്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഒരാൾ വിജയിയാണോ പരാജയപ്പെട്ട വ്യക്തിയാണോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ നമസ്കാരമാണ്. ഖിയാമത്ത് നാളിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും തന്റെ സ്വന്തത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത് നമസ്കാരമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. 70ഓളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കാണാം. ഇസ്ലാമിന്റെ നെടുന്തൂൺ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അത് നമസ്കാരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകിയത്. നമസ്കരിക്കാത്ത ആളുകൾ അവർ സത്യനിഷേധികളാണ് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹിയായി നൽകിയത് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കണം, ക്ഷമയോടുകൂടി നമസ്കാരത്തിൽ താങ്കളും ഉറച്ചു നിൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.